ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എൻ്റെ ഒരു ദിവസത്തെ കുറച്ച് കേക്കുകളുടെ വീഡിയോസാണ് കേട്ടോ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈനോട് കൂടിയിട്ടുള്ള കേക്കുകളാണ്. അതുമാത്രമല്ല എല്ലാം ഹാഫ് കെ ജിയിൽ വരുന്നിട്ടുള്ള കേക്കുകളാണ്. കുറേ ആയി നമ്മൾ ഹാഫ് കെ ജി കേക്കിൻ്റെ വീഡിയോ ചെയ്തിട്ടില്ലേ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹാഫ് കെ ജി പിസ്താഷ്യോ ഫ്ലേവറിൽ വരുന്ന കേക്കായിരുന്നു. ഇത് ഞാൻ ചെയ്തെടുത്ത പാനിൻ്റെ സൈസ് 4 ഇഞ്ചിൻ്റെ പാനിലായിരുന്നു ചെയ്തെടുത്തത് കേട്ടോ. ഹാഫ് കെ ജി ആണെങ്കിലും കുറച്ച് ഹൈറ്റ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും 4 ഇഞ്ചിൽ 3 ഇഞ്ചിലൊക്കെ ചെയ്താൽ അത്യാവശ്യം ഒരു ഹൈറ്റോട് കൂടി തന്നെ കിട്ടും. അങ്ങനെ ചെയ്തെടുത്തതാണ്. ഞാനിവിടെ ഒന്ന് ഐസിങ് ചെയ്തെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വലിയ ഡിസൈനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഡിസൈൻ തന്നിട്ടുണ്ടായിരുന്നു, എങ്കിലും വലിയ പാടുള്ള ഡിസൈനൊന്നും ആയിരുന്നില്ല കേട്ടോ. പാലറ്റ് നൈഫ് വെച്ച് ചെയ്യുന്ന ഒരു ഡിസൈനായിരുന്നു. അപ്പോൾ ഇതുപോലെ ഫ്ലവേഴ്സ് പാലറ്റ് നൈഫ് വെച്ചിട്ട് ചെയ്തെടുക്കുന്നതായിരുന്നു. അതിന് പർപ്പിളും പിന്നെ ഞാനൊരു പിങ്കും കൂടി ചേർത്തിട്ടാണ് ഈ ഡിസൈൻ ചെയ്തെടുക്കുന്നത്. ഈ ഡിസൈൻ കാണുമ്പോൾ കുറച്ച് സിമ്പിളായിട്ടൊക്കെ തോന്നുമെങ്കിലും ചില സമയം നമുക്ക് അങ്ങോട്ട് സെറ്റാക്കി കിട്ടാൻ ഇച്ചിരി പാടാണ്. എൻ്റേത് വലിയ അങ്ങോട്ട് ഭംഗിയൊന്നും വന്നിട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, എങ്കിലും അത്യാവശ്യ രീതിയിലൊന്ന് സെറ്റാക്കി എടുത്തു. പിന്നെ കുറച്ച് ഷുഗർ ബോൾസും കൂടി വെച്ച് കൊടുത്തു കേട്ടോ. ചെറിയ ഷുഗർ ബോൾസ് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അടുത്ത ഈ കേക്ക് ഹാഫ് കെ ജി വെയിറ്റ് വരുന്ന ഒരു വാനില ഫ്ലേവറിലെ കേക്കായിരുന്നു. ഇതും കാണാൻ വളരെ സിമ്പിളായിട്ട്, എങ്കിൽ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനും കൂടി ആയിരുന്നു. എന്നിട്ട് പോലും എനിക്കൊരു അബദ്ധം പറ്റി ഇതിനകത്ത്. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് ഫൈനൽ കോട്ട് ചെയ്തെടുത്തതിന് ശേഷം താഴെ ഒരു റിബൺ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഹസ്ബൻഡ് ഡാഡ് എന്നുള്ള അത് ഇങ്ങനെ എഴുതാനായിരുന്നു. അപ്പോൾ ഞാനത് ഫോണ്ടൻറ്റിൽ ലെറ്റേഴ്സ് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് കേക്കിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഹാഫ് കെ ജി ആയതുകൊണ്ട് നമുക്ക് അധികം അങ്ങോട്ട് സ്പേസ് ഒരുപാട് കിട്ടില്ലല്ലോ. അപ്പം ഞാൻ അങ്ങനെ വെച്ച് കൊടുത്ത് വന്നപ്പോഴത്തേക്കും കുറച്ചങ്ങ് പുറത്തോട്ട് പോകുന്നു, അതായത് കറക്റ്റ് സെൻറ്ററിലല്ലാത്ത രീതിയിൽ തന്നെ കിട്ടി. അപ്പോഴെനിക്ക് തോന്നി പണി പാളി എന്നുള്ളത്. എങ്കിലും ഞാൻ കുഴപ്പമില്ല, വെച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഫുള്ളായിട്ട് എല്ലാം വെച്ചു. വെച്ചിട്ട് ഞാനിതെന്ത് ചെയ്ത് കസ്റ്റമറിനെ ഒന്ന് ഫോട്ടോ എടുത്ത് വെച്ചപ്പോൾ കസ്റ്റമർ പറഞ്ഞു, അയ്യോ ഇത് സെൻറ്ററിലല്ലല്ലോ ഇരിക്കുന്നത്. എനിക്കും തോന്നി ആ ഒരു ഭംഗി തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഞാൻ എന്ത് ചെയ്തു, കസ്റ്റമറിന് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇത് വീണ്ടും എടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് സെറ്റാക്കി സെൻട്രലായിട്ട് വെച്ച് കൊടുത്തു. അപ്പോൾ അതായിരുന്നു ഫൈനൽ ലുക്ക്. ഇനി ഇതൊരു ഹാഫ് കെ ജി തന്നെ ഒരു ഹാർട്ട് ഷേപ്പിൽ ചെയ്തെടുക്കാനുള്ള ഒരു വെഡിങ് ആനിവേഴ്സറി കേക്കായിരുന്നു. ഇത് ബട്ടർ സ്കോച്ച് ആയിരുന്നു ഫ്ലേവർ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതും വലിയ ഡിസൈനും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഹാർട്ട് ഷേപ്പ് ആയിരിക്കണം, റെഡ് കളറ് വേണമെന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ റെഡ് കളറ് ഞാൻ പറഞ്ഞു നല്ലതല്ല എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് വൈറ്റ് തന്നെ ചെയ്തിട്ട് എന്തെങ്കിലും റെഡ് ഹാർട്ടോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാതെ ഞാനും കരുതിയത്. പക്ഷേ ചെയ്തു വന്നപ്പം എനിക്ക് ഇങ്ങനെ ചെയ്യാനാണ് തോന്നി. അങ്ങനെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെച്ച് കൊടുത്തു. ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഫ്ലവേഴ്സ് വെച്ച് കൊടുത്തിട്ട് കുറച്ച് ഷുഗർ ബീഡ്സും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ആ റെഡും വൈറ്റും കോംബോയിൽ തന്നെ ചെയ്തെടുത്തു. കേക്ക് ഫുള്ള് വൈറ്റ് തന്നെയാണ്, എങ്കിൽ റെഡും ഉണ്ട് എന്ന രീതിയിൽ തന്നെ ഒന്ന് ചെയ്തെടുത്തു കേട്ടോ. എനിക്കധികവും വൈറ്റ് കളറിലെ കേക്ക് ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് സിമ്പിളായിട്ടുള്ള വൈറ്റ് കളറ്. പിന്നെ ഇങ്ങനെ ഫ്ലവേഴ്സ് വെക്കുന്നത് അങ്ങനെയുള്ള കേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചോയ്സ് വരുമ്പോൾ കസ്റ്റമറിന് പ്രത്യേകിച്ച് ഉള്ള ഇതില്ലാത്തപ്പോൾ ഞാൻ ഇതുപോലെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിലേക്കൊരു ഹാപ്പി ആനിവേഴ്സറിയും കൂടി എഴുതി കൊടുത്തു. അപ്പോൾ ഇന്നത്തെ കേക്കുകൾ ഇതൊക്കെയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ അല്ലെങ്കിൽ ഇന്നത്തെ കേക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഡൗട്ടുകളും ഒക്കെ എനിക്ക് കമൻറ്റായിട്ട് അറിയിക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.